ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. 2025 നമ്മൾ എത്തി നിൽക്കുകയാണ്. സോ വിഷ് എ വണ്ടർഫുൾ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. സെയിം. എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും നമ്മളിങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒരുപാട് എടുക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ദമ്പതിമാരെ കൊണ്ട് ഈ ന്യൂ ഇയറിൽ എടുപ്പിക്കേണ്ട ചില പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഞങ്ങൾ മറക്കേണ്ട ചില കാര്യങ്ങൾ, ഞങ്ങൾ എടുക്കേണ്ട ചില പുതിയ തീരുമാനങ്ങൾ, എനിക്ക് തോന്നി ഇതൊക്കെ അച്ഛനൊന്നും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പം നമ്മൾ ന്യൂ ഇയറിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചും പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് ഈ എപ്പിസോഡിൽ പോകാം. നമുക്ക് എല്ലാം ഒരു പുതുമ, ഒരു തുടക്കത്തിന് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആവശ്യമാണ്. 2024 നിന്ന് ഒരു മണിക്കൂർ മാറിയപ്പോൾ 25 പേര് വീണതേ ഉള്ളൂ. എല്ലാം തുടർച്ചയാണ്. ആ തുടർച്ചയിൽ ചില പുതിയ തീരുമാനം എടുക്കാൻ ചില പുതിയ തുടക്കങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ 2025 പുതിയ വർഷം. ഈ പുതിയ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടോ, അത് നമ്മൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യം ഈ നമ്മുടെ പ്രായത്തെ മറക്കണം. നമുക്കൊരു പ്രശ്നമുണ്ട്, അയ്യോ ഒരു വയസ്സും കൂടെ കൂടി, ഒരു വർഷവും കൂടി ആ പറച്ചിൽ ശരിയല്ല. അത് നമ്മൾ ഭാരതീയരുടെ പ്രത്യേകതയാണ്. 56-ാം വയസ്സിൽ സ്കൂളിൽ നിന്ന് പിരിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ കാഴ്ചയെണ്ണയും കുഴമ്പും തേടി പോകുന്ന പരിപാടി. അത് നമുക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ 70-80കളിലാണ് ഡോക്ടറേറ്റ് എടുക്കുന്നത് അല്ലേ പലതും. ഇംഗ്ലണ്ടിൽ 100 വയസ്സ് കഴിഞ്ഞാൽ 21 ടാക്സി ഡ്രൈവേഴ്സുണ്ട്, ലൈസൻസ് ഉള്ളവരുണ്ട്. നമുക്കത് നമ്മുടെ രീതിയിലാണ്. പ്രായമായി, ഇനി പിള്ളേരായി, അവരുടെ കാലമായി, എന്നാ ചെയ്യാനാ? ആ ഒരു ഉണങ്ങിയ മനസ്സ്, ഒരു വരണ്ട ആറ്റിറ്റ്യൂഡ് മലയാളിയുടെ പ്രത്യേകതയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് പ്രായമായി എന്ന് ഓർത്തേക്കൽ, നമുക്ക് 2 വാക്കുണ്ട്, വയസ്സും പ്രായം. നമ്മൾ പറയും വയസ്സും പ്രായം. പ്രായം ദേഹത്തെ ബാധിക്കുന്നതും വയസ്സ് മനസ്സിനെ ബാധിക്കുന്നതുമാണ്. 30-ാം വയസ്സിനും വയസ്സിനെ പോലെ പെരുമാറാം, 30-ാം വയസ്സിനും കിളവനെ പോലെ പെരുമാറാം. എന്താണ് വയസ്സായതുപോലെ ചോദിക്കുകയല്ലേ? 20 വയസ്സുള്ള യുവാവിനോട് നിനക്ക് പ്രായമായെന്നല്ല ഇരിക്കുന്നത്. അവന് പെരുമാറ്റത്തിലൊരു ഈടില്ലേ പറയും, ചുമ്മാ വയസ്സന്മാരെ പോലെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം പറയുക തന്തവബ് വൈബ് എന്ന് പറഞ്ഞ വാക്ക് പോലെ പുതിയ കാലം. അപ്പം ആ രീതിയിലേക്ക് നമ്മൾ പോകരുത് ഒരിക്കലും. ദേഹത്തെ പ്രായം കൊണ്ട് വരുന്ന ക്ഷീണമുണ്ടോ, സ്വാഭാവികമായിട്ടും വയസ്സിൽ വരും. അതില്ലെങ്കിൽ പ്രായം ചിന്തിക്കുകയരുത്. നല്ല കർമ്മോന്മുഖരായി പ്രവർത്തിച്ചു പോകണം. അതിന് എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആരാന്നറിയാവോ? എൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നയാൾ. അതെ, എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. അപ്പനോടും അമ്മയോടും കുടുംബത്തോടും ഒക്കെ പറയുന്നതാണ്, ചുമ്മാ അകാലത്തിൽ വയസ്സന്മാരാകരുത്. ചില ജീവിതകാലത്ത് തന്നെ പല പ്രാവശ്യം മരിക്കുക. സത്യം. ചില ഒരിക്കലേ മരിക്കുകയുള്ളൂ. ഈ ഭീരുവാണ് പലപ്പം മരിക്കുന്നത്. ധൈര്യമുള്ള ഒരു മരണമുള്ളൂ. അത് ചിലർ പറയുന്ന ഇങ്ങനെയല്ലേ, നമ്മൾ ഇത്രയും പ്രായമായി, ഇനിയിപ്പം നമ്മൾ ചെറുപ്പമായിട്ട് അങ്ങനെ നമ്മൾ ഡ്രസ്സ് ധരിച്ചാലോ അല്ലെ കുറച്ച് ചെറുപ്പമായിട്ട് നടന്നാലോ, ചുമ്മാ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഒരു ചിലർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. വേഷത്തിൻ്റെ കാര്യത്തിൽ അതിലൊക്കെ ഉപരി മോളെ മനസ്സിൻ്റെ യുവത്വം, അതാണ് പ്രധാനപ്പെട്ടത്. അപ്പം ദേഹത്ത് നമുക്ക് സൗകര്യമുള്ളത് വസ്ത്രം കൊടുക്കും, അതിൻ്റെ സൗകര്യമാണ്. ഓരോ വ്യക്തിയുടെ സൗകര്യമാണ്. മുടി അങ്ങനെ, ഡ്രസ്സ് അങ്ങനെ, ചെരുപ്പ് അങ്ങനെ, അത് വ്യക്തി സ്വാതന്ത്ര്യമുള്ളതാണ്. ഒരുമാതിരി മര്യാദയ്ക്ക് തുണി കൊടുത്ത് നടക്കണം. ഒന്നുമില്ലാതെ നടക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നമുള്ളൂ. അതത്രേ ഉള്ളൂ. പക്ഷെ ഈ കുട്ടികൾ, ചില മക്കളൊക്കെ ഇങ്ങനെ മാതാപിതാക്കളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഇത്രയും പ്രായമായി, ഇത്രയും ഇതായി, ഇനി ഇവർ ചുമ്മാ, അതായത് അവർ കുറച്ച് ചെറുപ്പമായിട്ട് ഉല്ലസിച്ചൊക്കെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സഹിക്കാത്ത കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കാര്യത്ത്. അതവരുടെ അറിവുകേടും അജ്ഞതയുമാണ്, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥതയും സങ്കുചിത മനസ്സുമാണ്. തിരിച്ചുകൊണ്ട് കേട്ടോ, കുട്ടികൾ അപ്പനും അമ്മയൊക്കെ കുറച്ച് ചെറുപ്പമാണ്, അവർ വളരെ യങ്ങാണ്, അവരുടെ എനർജറ്റിക്കാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന, സന്തോഷമുള്ള എൻ്റെ അപ്പനും അമ്മ അങ്ങനെയാണെന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പല രീതിക്കാരുണ്ടല്ലോ. നമ്മൾ വയസ്സാകാതിരിക്കുക പ്രായമാകുമ്പോഴേ. അപ്പം പ്രായത്തെക്കുറിച്ച് അമിതമായ ചിന്തയരുത്. ഇപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു രോഗമില്ലെങ്കിലും വയസ്സ് 70 സുഖമൊന്നും ഇല്ലാത്ത അത്ഭുതം അങ്ങനെ ചോദിക്കരുത്. അപ്പം ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരു 50 വയസ്സ് വരെ കുഴപ്പമില്ലാതെയൊക്കെ പോയാൽ നന്നായി. 60-ന് മുകളിലേക്ക് വലിയ രോഗമില്ലെങ്കിൽ അത് ബോണസാണ്. 70 കഴിഞ്ഞ് പിന്നെയും നമുക്കൊന്നും വരില്ല, അത് വലിയൊരു ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. അപ്പം അങ്ങനെ ഓർത്ത് ആ ആരോഗ്യം ഉപയോഗിക്കണം. അല്ലാണ്ട്
ഈ 65 വയസ്സ് ഇനിയുള്ള ആയുസൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. അതില്ല. നമ്മൾ ഒരു വണ്ടി ഓടി ഓടി യന്ത്രം പഞ്ചറാകട്ടെ, ഒരു മഴ വെട്ടി അതിൻ്റെ തേയ്മാനം വരട്ടെ. ജീവിതം അങ്ങനെ. അപ്പം അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ പഠിച്ചാൽ നമുക്ക് ഏത് പ്രായത്തിലും ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ കഴിവിനപ്പുറത്ത് 4 പേരുടെ പണി ഒരാൾക്ക് ചെയ്യാൻ പറ്റും ആ രീതിയാണെങ്കിൽ. ഇല്ലെങ്കിലോ സന്ധ്യമണി അടിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കും. അപ്പോൾ 2025 പ്രായത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ചിന്തിക്കരുത്. പ്രായമായി ചിന്തിക്കുക. അങ്ങനെ ടെൻഷൻ വരുത്താൻ പാടില്ല. ഇനി രണ്ടാമതൊരു കാര്യത്തിലേക്ക് പോയാലോ? ഇനി ഞങ്ങൾ മറക്കേണ്ട അടുത്ത ഒരു കാര്യം, അത് നമ്മുടെ മറക്കേണ്ട ഒരു കാര്യം നമ്മുടെ പാസ്റ്റാണ്. ഇന്നലകളെ നമ്മൾ മറക്കണം. ഇന്ന് മനുഷ്യന് മറവി രോഗമായിട്ടുള്ളവരുണ്ട്, മറവി രോഗം. പക്ഷേ അത് അൾഷിമേഴ്സ് നമ്മൾ പറയും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പറയാം, അമ്നേഷ്യ, അതൊക്കെ മറവി രോഗമാണ്. പക്ഷേ ചില കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് ബലം പ്രയോഗിച്ച് നമ്മൾ മറക്കാൻ പഠിക്കണം. അങ്ങനെ മറക്കാൻ പഠിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം എന്നെ മുറിപ്പെടുത്തിയ മനുഷ്യരെ മറക്കണം. കഴിഞ്ഞ വർഷം എനിക്ക് മുറിവ് വന്ന സംഭവങ്ങളെ മറക്കണം. എന്നെ ടെൻഷൻ പിടിപ്പിച്ച, എന്നെ ബോറടിപ്പിച്ച, എനിക്ക് ഏകാന്തത സമ്മാനിച്ച ചില നിമിഷങ്ങളുണ്ട്. അത് ചുമ്മാ മറക്കണം. അതിനെ ഓർത്തുകൊണ്ടിരുന്നു. അതാണ് എൻ്റെ നൊമ്പരങ്ങൾ എനിക്ക് വിഷം പുരട്ടിയ അമ്പ് പോലാവും. എൻ്റെ വേദനകൾ എന്നെ രോഗമുള്ള വ്യക്തിയാക്കി മാറ്റും. അങ്ങനെ മനഃപൂർവ്വം മറക്കാൻ പഠിക്കണം. ചിലരൊക്കെ ചെയ്ത ചില കാര്യങ്ങൾ ഈ 25 കയറുമ്പോൾ മറക്കണം. വർഷം പോയല്ലോ, അങ്ങ് പോയി. ഇതോടുകൂടി ആ സംഭവങ്ങളും ആ വ്യക്തികളെയും പെരുമാറ്റങ്ങളെയൊക്കെ ചുമ്മാ മറക്കണം. എൻ്റെ ഭർത്താവ് കഴിഞ്ഞ വർഷം എന്നെ ഒരുപാട് മുറിപ്പെടുത്തിയെങ്കിൽ ഈ പുതിയ വർഷത്തിൽ പോട്ടെ, പുത്തൻ ഒന്നേന്ന് തുടങ്ങാം. ഭാര്യ മുറിപ്പെടുത്തിയെങ്കിൽ സാരമില്ല, ഒന്നേന്ന് ആരംഭിക്കാം. കുഞ്ഞുങ്ങൾ മുറിപ്പെടുത്തിയെങ്കിൽ അത് പോട്ടെ. ഇനി പേരൻസ് മക്കളെ മുറിപ്പെടുത്തിയെങ്കിൽ എല്ലാവരും ഓർക്കണം. വൈദികനായ എന്നെ ആരെങ്കിലും കമൻറ്റ് പറഞ്ഞ് മുറിപ്പെടുത്തിയാൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ ചുമ്മാ അങ്ങോട്ട് മാറണം. എൻ്റെ കഷ്ടതയുടെയും അലസ്യൻ്റെയും ഓർമ്മ എനിക്ക് ആന്തരിക മുറിവ് തരും. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് നമുക്ക് സംഭവിക്കും. ഇവിടെ നമ്മൾ അങ്ങനെ ചില കാര്യങ്ങളെ വെറുതെ അങ്ങ് മറക്കണം. അതേ സമയത്ത് ചില നല്ല കാര്യങ്ങൾ മറന്നേക്കല്ല, ഓർമ്മിക്കുകയും വേണം. 2024 ദൈവം എനിക്ക് തന്ന സമ്മാനങ്ങൾ, കുടുംബത്തിൽ, എൻ്റെ ആരോഗ്യത്തിൽ, എൻ്റെ സാമ്പത്തിക മേഖലയിൽ ഒത്തിരി ഗിഫ്റ്റ് ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ മറക്കുകയും അത് മറക്കരുത്, അത് ഓർമ്മിക്കണം. എന്നെ മുറിപ്പെടുത്തുന്നത് മറക്കാനും എന്നെ വളർത്തിയവ ഓർമ്മിക്കാനും ഞാൻ പഠിക്കണം. അവിടെയാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമ്പയർ ചെയ്യണം. ഈ വ്യക്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതുപോലെ ഞാനും പെരുമാറിയതിന് എനിക്ക് മറ്റൊരു സാഹചര്യം കിട്ടിയതുകൊണ്ടല്ലേ ഇങ്ങനെ ആകാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഒരു സെൽഫ് മെയ്ഡ് ആൻസർ നമുക്കുണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, അതാണ് ഒരു നല്ല മറവി എന്നൊക്കെ പറയുക. ഞാൻ ഓർക്കാം, നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റുള്ളൂ അല്ലേ? മനുഷ്യന് പറ്റണം മറക്കാൻ. പക്ഷേ എന്നിട്ട് ഓരോ ദിവസവും പുതിയതാണ്. കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ, ഒരു ന്യൂ സ്റ്റാർട്ട് അല്ലേ? എല്ലാം മറന്ന് ഒന്നേന്ന് തുടങ്ങാം എന്ന് പറയുന്ന ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. എല്ലാം ഒരു സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ തന്നെ ഒരു തീരുമാനം എടുത്തു, 2025 ജനുവരി 1 മുതൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് 24 ഡിസംബർ 31 കടന്നാൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ തോന്നും ഇന്ന് പുതിയതാണല്ലോ. ആദ്യം എന്നെ മുറിക്കാവോ ഒന്ന് വൃത്തിയാക്കി വെച്ചേക്കാം, അലങ്കോലപ്പെടുത്തൊക്കെ ഒരു ഓർഡറാക്കിയേക്കാം. ചുമ്മാ ഈ ഒരുപാട് ചൂടായി പറയുന്ന വർത്തമാനം വേണ്ടെന്ന് വെച്ചേക്കാം. അങ്ങനെ ചില കാര്യങ്ങൾക്ക് എനിക്കങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമല്ലോ, മറക്കാൻ പറ്റും. അത് ആ ഒരു പുതിയ തീരുമാനത്തിന് ഈ ഒരു മറക്കൽ നമുക്ക് ആവശ്യമാണ്. ഇപ്പം മറക്കുന്നതിനൊപ്പം തന്നെ നമുക്കുണ്ടാകണം പുതിയ തീരുമാനങ്ങളും. അപ്പം അത് വളരെ ഒത്തിരിയേറെ ഈ വർഷം ചെയ്യാനുള്ള കാര്യങ്ങൾ ഉമ്മൻചാണ്ടി പറയല് 6 മാസം കൊണ്ട് ചെയ്യാൻ പോകുന്ന 100 കാര്യങ്ങൾ അദ്ദേഹം പറയുമായിരുന്നു. അതുപോലെ എല്ലാം ഒരു ഭരണയുഗവും പറയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അതുപോലെ കല്യാണം കഴിഞ്ഞ് 30 വർഷമൊക്കെ ആയി, 35 ആയി, എന്നാലും പറയുകയാണ് 36-ാം വർഷത്തിൽ ചില കാര്യം ഞാൻ ചെയ്യും. അങ്ങനെ തീരുമാനം എടുക്കാൻ മനുഷ്യനെ വരും. കാരണം മനുഷ്യൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഡിസിഷൻ മേക്കിംഗ് ആനിമലാണ് മനുഷ്യൻ. വേറെ ഒന്നിനും തീരുമാനങ്ങളില്ല, അവർക്ക് യാന്ത്രികതയുള്ളൂ, മെക്കാനിസവും. ഡിസിഷൻ മേക്കിംഗ് നമ്മുടേതാണ്. ഒരു കാര്യം ഞാൻ ചെയ്യും, ഇന്ന് സന്ധ്യയ്ക്ക് ഇത്രയും പൂർത്തിയാക്കും, അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ എന്നാ ചെയ്യേണ്ടത്,
അപ്പം ആ ഒരു രീതി നമുക്കേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കിട്ടാത്ത നടക്കാത്ത പലതിനെക്കുറിച്ചും നമുക്ക് ഒരുപാട് പരാതികളുണ്ടാവും ജീവിതത്തിൽ. എനിക്ക് ആ പരാതികളെയും മറക്കേണ്ട ഒരു സമയമാണ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പരാതി പറയാതെ ജീവിക്കാൻ പഠിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ് മാതാവ്. സത്യം. പരാതി പറയാത്ത അമ്മ. ഈശോ കണ്ടു ഒരു പരാതിയില്ല. അപ്പോൾ ഒന്നുമില്ല, പുകഞ്ഞ തിരി കണ്ടേച്ച് പറഞ്ഞു ഞാനായിട്ട് കെടുത്താൻ പോകുന്നില്ല, വളഞ്ഞ ഞാങ്ങണ ചതഞ്ഞ ഞാങ്ങണ ഞാൻ ഒടിക്കാനും പോകുന്നില്ല. ചുമ്മാ അക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ ആയിരിക്കുന്ന പോലെ. ഒരുപാട് സ്വഭാവ പ്രത്യേകത ഭർത്താവിനുണ്ട്. ആ അവസ്ഥയിൽ ഞാൻ അയാളെ അക്സെപ്റ്റ് പറയാനുള്ള പറയും, പക്ഷെ അവസാനം ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്യും. എൻ്റെ ഭാര്യയ്ക്ക് ഒത്തിരി കുറവുണ്ട്, ഒത്തിരി തിരുത്തും, പക്ഷേ അവസാനം ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം പരാതികളോട് നമ്മളിവിടെ പറയണം. ചിലർക്കെന്നും പരാതികളാണ്. നല്ലത് പറയാനേ അറിയത്തില്ല, അവർക്ക് പരാതി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈശോയുടെ മുഖത്ത് നോക്കിയിട്ട് പോലും പറയും, ഓ താടിമീശ അല്പം കൂടെ കുറയ്ക്കാമായിരുന്നു, ഇത്രയും വേണ്ടായിരുന്നു. എന്തിനെക്കുറിച്ചും പരാതി, ഏതിനെക്കുറിച്ചും. കിട്ടിയ പെണ്ണിനെക്കുറിച്ച്, കിട്ടിയ പുരുഷനെക്കുറിച്ച്, കിട്ടിയ മക്കളെക്കുറിച്ച് എപ്പോഴും പരാതി പറയാം. ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ വിളിക്കും കാലനാണ്. അപ്പോൾ ചോദിക്കുകയാണ് നിനക്കവിടെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ ഡെൻ്റൽ ആണ്, കെട്ടിയവനോ അവൻ മെൻ്റലാണ്. ഈ രീതി നമുക്കുള്ളതാണ്. ചുമ്മാ ഇങ്ങനെ ചൊറിയിൽ വരുന്ന വർത്താനം ഇല്ല, പരാതിയില്ല. അപ്പം അത് അങ്ങനെ ജീവിക്കാൻ പറ്റിയാൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പം ഒരു ഹാപ്പി മെമ്മറീസാണ്. പരാതി പറയുന്നതൊന്നും വൂണ്ടഡ് മെമ്മറീസാണ്, മുറിവേറ്റ ഓർമ്മകളാണ്. മറ്റേത് സന്തോഷത്തിൻ്റെ ഓർമ്മകൾ വരും. പക്ഷേ ഈ പരാതി എന്ന് പറയുമ്പോഴേ ചിലർ നമുക്കിപ്പോൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല, ഒരു കാര്യം ബുദ്ധിമുട്ടായി, നമ്മൾ തുറന്നു പറഞ്ഞാൽ പോലും ഇതൊരു പരാതിയാണ്. എപ്പോഴും ഈ പരാതി പറച്ചിൽ അതിനെ ഉൾക്കൊള്ളുകയില്ല. അങ്ങനത്തെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ തോന്നും ഇതൊരു പരാതിയല്ലല്ലോ, ഇതൊരു തുറന്നു പറച്ചിൽ, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ. നമ്മൾ ഒരു വിഷമം പറയുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ ഒരു പരാതിയാണെന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുമ്പം അത് ശരിയാകാറുണ്ടോ എന്ന് തോന്നാറുണ്ട്. പറയുന്നത് ശരിയല്ല, പറയുന്ന ആ പദപ്രയോഗം ശരിയല്ല. പരാതിയല്ലല്ലോ, ചില കാര്യം പരിഹരിക്കാൻ വേണ്ടി തുറന്നു വെക്കുന്ന ഒരു പുസ്തകം എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് മറ്റേ ആളുടെ അജ്ഞത കൊണ്ട് പറയുന്ന ഒരു കമൻ്റ് എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പരാതി എന്ന് പറയുന്നത് ചുമ്മാ ഈ ചൊറിയുന്ന രീതിയുണ്ടല്ലോ, അതാണ് ഈ പരാതി എന്ന് പറയുന്നത്. ചുമ്മാ എന്നെ എടുത്താലും ഭക്ഷണം ഉണ്ടാക്കിയാലും പരാതി, ഒരു തുണി മേടിച്ച് കൊടുത്താലും പരാതി, ചെരുപ്പ് മേടിച്ചാലും പരാതി, കാലാവസ്ഥ വന്നാലും എന്നാ മുടിഞ്ഞ് ആവിയാ, പറഞ്ഞു പഠിച്ചു പോയി. ഒടുക്കത്തെ തണുപ്പാണ്, വല്ലാത്ത കൊതുക, എന്തു പാറ്റയാണ്. പറഞ്ഞാലും ഈ പാറ്റ അതുപോലെ വരും, കൊതുക് അതുപോലെ വരും. അത് ഈ മനുഷ്യനൊരു വലിയ പ്രശ്നം, ഈ നന്മയുടെ സ്വാഭാവിക വളർച്ച ഇന്നില്ല, തിന്മയുടെ വളർച്ച പ്രകൃതിയിലുണ്ട്. ഉദാഹരണം ശലഭം, പൂമ്പാറ്റ, പക്ഷിക്കുഞ്ഞുങ്ങൾ, തോട്, പുഴ, പുഷ്പം, വലരി. നന്മയുടെ സ്വാഭാവിക വളർച്ച മുഴുവൻ വരണ്ടുപോയി. അതേ സമയത്ത് മൂട്ട, പാറ്റ, കൊതുക്, വരൾച്ച, ക്ഷാമം, കീടങ്ങൾ, ഇതൊക്കെ അങ്ങ് പെരുകും. ഏതെല്ലാം ജന്തുക്കളാണ് ഒരു സാധനത്തെ കണ്ട പേടിയാവും. ആഫ്രിക്കൻ വശം പറഞ്ഞ് വന്നിരിക്കുക, ഇവൻ്റെ വരവ് എവിടുന്നാന്ന് ദൈവത്തിന് മാത്രമേ അറിയാം, എന്തിനാ സൃഷ്ടിച്ചല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇങ്ങനെ ഒത്തിരി ഉണ്ടെങ്കിൽ വളരും. അപ്പം അങ്ങനെ വളരുമ്പം നമുക്ക് നോക്കിയാൽ പരാതി പറയാൻ വകുപ്പ് ധാരാളമുണ്ട്. പക്ഷെ അതിൻ്റെ മേലൊരു നിയന്ത്രണം, എൻ്റെ നാവിൻ്റെ മേൽ, എൻ്റെ കമൻറ്റിൻ്റെ മേൽ ഒരു നിയന്ത്രണം വിടാം പുതിയ വർഷത്തിൽ. അപ്പോൾ തുറന്നു പറച്ചിലുകളല്ല പരാതി. ശരിക്കും അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും ഒടുവിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഇവരിങ്ങനെയാണ് എന്നുള്ളത്. നമ്മളിങ്ങനെ ഉള്ളിലൊതുക്കി വിഴുങ്ങേണ്ട കാര്യമില്ല. നമുക്ക് പറയാനുള്ളത് തുറന്ന് പറയാനുള്ളൊരു ഇതും കിട്ടണം, പക്ഷെ അത് ഉൾക്കൊള്ളാനും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. കുരിശിലെ മറുപടി അതാ, ഇവരെന്നാ പറഞ്ഞാലും എനിക്കിട്ട് പാരപണിയും ആണിയടിക്കും, കുശിക്കാമെന്ന് പറയും. പക്ഷേ കർത്താവ് പറയുന്നു അത് അറിവില്ലായ്മ കൊണ്ടാണ്, ഇവരോട് ക്ഷമിക്കണം. ആ കുടുംബത്തിനും വേണം. കെട്ടിയവൻ എന്തോ ചില അറിവില്ലായ്മ കൊണ്ടാണ് ഞാനെന്ന ഭാര്യയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് എന്തോ അറിവുകൾ, അതുകൊണ്ട് എന്നോട്. എൻ്റെ പേരൻസിന് അത്രേ അറിവുള്ളൂ, എൻ്റെ കാലമല്ലല്ലോ, പോട്ടെ. അങ്ങനെ എടുക്കുമ്പം നമുക്കൊരു സന്തോഷത്തിൻ്റെ പുതുവർഷമായിട്ട് മാറും. എന്തായാലും ഞാൻ ഈ ഒരു പരാതികളുടെയും അല്ലെങ്കിൽ മറക്കേണ്ട കാര്യങ്ങൾ നിർത്തിയിട്ട് എന്തൊക്കെ ആസ്വദിക്കാം ഈ 2025. അങ്ങനെ ഒരു ആസ്വാദന ലൈഫൊക്കെ കുറവാണ്. നമ്മളിങ്ങനെ കടമ തീർക്കലും ആകപ്പാടെ ഒട്ടപ്പാച്ചിലുകളും തിരക്കിട്ട ജീവിതമൊക്കെ ആണല്ലോ. പക്ഷെ നമ്മൾ ആസ്വദിക്കേണ്ട ഒരു 5 കാര്യങ്ങളെങ്കിലും അച്ഛൻ പറയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ ഫാമിലി നമ്മൾ ആസ്വദിക്കും, കുടുംബ
ബന്ധങ്ങളെ ആസ്വദിക്കണം. ചില നാട് നന്നാക്കി രാജ്യം നന്നാക്കി നടക്കും, പക്ഷേ കുടുംബത്തിൽ ജീവിക്കാൻ മറന്നുപോകും. അതൊരു വലിയ അപകടമാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഈ 2020 ഇരിക്കാൻ സമയം കണ്ടെത്തണം. ഭാര്യയോട് ഇരിക്കാൻ ഭർത്താവ് സമയം കണ്ടെത്തണം, ഭർത്താവിനോട് ഇരിക്കാൻ ഭാര്യ സമയം കണ്ടെത്തണം, കുഞ്ഞുങ്ങളോട് ഇരിക്കാൻ പേരൻസ് സമയം കണ്ടെത്തണം. അപ്പം അങ്ങനെ ഫാമിലി നമ്മൾ ആസ്വദിക്കണം. അങ്ങനെ ആസ്വദിച്ചാൽ ദിവസങ്ങൾ പോകുന്ന അറിയില്ല. പ്രായം നമുക്ക് എത്ര വയസ്സ് ചെന്നാലും അറിയില്ല. കാരണം ആസ്വദിക്കുക ഫാമിലി ലൈഫ്. ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു, അതാണ് 5 വാക്കിൻ്റെ എക്സ്പാൻഷൻ. അതാണ്. അപ്പോൾ ആ ഒരു ചിന്ത വരണം. അപ്പനും ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളവരെ സ്നേഹിക്കുന്നു, അപ്പനമ്മമാർ തമ്മിൽ സ്നേഹിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സമയം കണ്ടെത്തണം. വീക്കെൻഡിൽ എവിടെയെങ്കിലൊക്കെ പോവുക. ചുമ്മാ വീക്കെൻഡിൽ ഒറ്റയ്ക്കൊരു ടൂറല്ല, ജീവിത പങ്കാളിയും കൂട്ടിക്കൊണ്ട് ഒരു വാഗമണ്ണോ, ഒരു മൂന്നാറോ, ഒരു തേക്കടിയോ, ഒരു അങ്ങ് പടിഞ്ഞാറത്തറ വയനാടോ, എവിടെയെങ്കിലുമൊക്കെ പിക്നിക് സ്പോട്ടുകളുണ്ട്. നമ്മൾ ചുമ്മാ അങ്ങനെ പോകണം. വൈകുന്നേരങ്ങളിൽ ഇടയ്ക്ക്, എല്ലാ ദിവസവും അല്ല, ആഴ്ചയിലൊക്കെ ചുമ്മാ തട്ടുകടയിൽ പോവുക, അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലിൽ പോവുക. പൈസ അനുസരിച്ച് ഒരു 2 ദോശയും കടുങ്കാപ്പിയും മേടിക്കുക, അത് മതി. അങ്ങനെ പോകണം. ഇടയ്ക്കൊന്ന് ഡ്രൈവ് ചെയ്യുക, അല്ലേ, കുറച്ച് വർത്താനമൊക്കെ പറയുക. ചുമ്മാ കണ്ട് വർത്താനവും പറഞ്ഞ് കടകളിൽ പോയിരിക്കണം. ഒരുമാതിരി കാണാൻ കൊള്ളുന്നൊരു സിനിമ വന്നാൽ നമ്മൾ പോയേക്കാം. അങ്ങനെ ഫാമിലി ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം. ആ എൻജോയ്മെൻറ്റ് നമ്മളെ ഒത്തിരി അങ്ങ് വളർത്തും. രണ്ടാമത് ആ കൂടെ പോകുന്നതാണ് ഫ്രണ്ട്ഷിപ്പുകൾ, സൗഹൃദങ്ങൾ. ചിലപ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും 100 കോട്ടുകാരൻ ചെയ്ത് ഒരു ഫോൺ വിളിക്കാൻ പോലും വിട്ടുപോയി. വളരെ നല്ല സ്നേഹിതർ ഒരു കാലത്ത് എങ്ങനെയോ മാഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ ആണോ അത് ഇന്ത്യയുടെ ആണോ, ഇന്ത്യയിലാണെന്ന് അറിയത്തില്ല, എന്തായാലും കേരളത്തിൽ കല്യാണം കഴിഞ്ഞതോടുകൂടി സൗഹൃദങ്ങളൊക്കെ ഒരുപാട് നഷ്ടമാകുകയാണ് എല്ലാവർക്കും. അങ്ങനെ അത് ഒത്തിരി ഉണ്ട്. അതല്ലാതെയും ഒത്തിരി സബ്സ്റ്റിറ്റ്യൂട്ട്സ് പലതും വന്നു. അതിൽ വ്യാപൃതമായി ഇപ്പം ഞാൻ എന്നും ധ്യാനിപ്പിച്ച് നടന്നപ്പോൾ ഒരുപക്ഷെ പ്രായമായി കിടക്കുന്ന എൻ്റെ ബന്ധുക്കാരെയോ എന്നെ പഠിപ്പിച്ച അധ്യാപകരെയോ എനിക്കൊരിക്കൽ സ്നേഹം സമ്മാനിച്ച കുറേ സ്നേഹിതരുണ്ട് എവിടെയും. ഇപ്പോഴും അവരെന്നെ ഓർക്കുന്നുണ്ട്. അവരുടെ ഫോൺ വരുമ്പോൾ എനിക്കൊരു ചമ്മൽ, ഞാൻ വിട്ട് കളഞ്ഞില്ല, മറന്നിട്ടല്ല, പക്ഷെ പറ്റുമല്ല, മറ്റു പലതും പകരം കയറി വന്നു. അപ്പോൾ ചിലപ്പം അച്ഛൻ വന്നത് പ്രാർത്ഥിക്കാൻ വരണേന്ന് വിളിക്കുന്നു, ഇന്നാട്ടെ നാളെ ആട്ടെ, മറ്റന്നാൾ കേൾക്കുന്നു ആൾ മരിച്ചുപോയി. അപ്പോൾ ഭയങ്കര ഷോക്ക് വരും. അപ്പം നമ്മൾ സൗഹൃദങ്ങളും ആ ഫ്രണ്ട്ഷിപ്പുകൾ ഒരിക്കലും കളയല്ല. അത് നമ്മൾ ആസ്വദിക്കണം. പോകണം, കഷ്ടപ്പെട്ട് പോകണം, ഇരിക്കണം, സമയം കണ്ടെത്തണം. കാരണം ഇപ്പം എല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളാണല്ലോ. സത്യത്തിൽ ബന്ധമുണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ബന്ധമുണ്ട്, പക്ഷെ നേരിട്ട് കണ്ട കാലം മറന്നു. നമുക്ക് വേണേ പോയി കാണാം, വളരെ അടുത്തൊക്കെ തന്നെയാണ്. അങ്ങനെ കുറച്ച് ഒരു നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. അല്ലേ, അടുത്ത് പോകണം, ചെന്നിരിക്കണം, ഒരു ഷെയ്ക്കാൻ്റെ കൂടെ തടിയിൽ നിന്ന് വർത്താനമൊക്കെ പറയുന്ന രീതി വരണം. അതേതായാലും ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും അത് കളയാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി വേറൊരു എനിക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്നതും നന്നാക്കുന്നതും ഒക്കെ. അപ്പം നമ്മളെങ്ങനെ ഈ ഒരു വളരെ പോസിറ്റീവായ ഒരു തിങ്കിങ് പാറ്റേൺ ഈ ഒരു വർഷം ഉണ്ടാക്കിയെടുത്താലോ? നമുക്ക് പലപ്പോഴും നെഗറ്റീവ് ചിന്തകൾ ഒത്തിരി ഉണ്ടേ, നിഷേധാത്മക ചിന്തകൾ. അത് മാറ്റി വെച്ചിട്ട് ഭാവാത്മകമാകുക. അപ്പം ചില കാര്യം എന്നെ തന്നെ നശിപ്പിക്കുന്ന ആന്തരിക മുറിവ് തരുന്നതാണെങ്കിൽ ആ ചിന്തകളോട് വിട പറഞ്ഞിട്ട് അല്പം കൂടെ പ്രതീക്ഷ എനിക്ക് തന്നെ തരുന്ന ചിന്തകൾ, മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ചിന്തകൾ, ഇപ്പം പോസിറ്റീവ് ചിന്തകൾ അങ്ങനെ നമ്മൾ വളർത്തിയെടുക്കണം. ഇപ്പം എപ്പോഴും എന്നതാ ഇതിങ്ങനെയൊക്കെ പറ്റുള്ളൂ, അതല്ല, ഇനി ഒന്നേന്ന് പറ്റും എന്നുള്ള ഒരു ചിന്ത. നീ ജീവിത പങ്കാളി അല്ലെ മക്കളെക്കുറിച്ച് വളരെ നെഗറ്റീവ് തന്നെ ടൈപ്പാണ്. അപ്പം അതല്ല, ഇതിൽ നിന്നും മറ്റൊന്നുണ്ട്. അതായത് എൻ്റെ ഇപ്പോഴത്തെ പ്രസൻസിൽ നിന്നും സാധ്യതകളിലേക്കുള്ള ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവരണം. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയി തീരേണ്ട അവസ്ഥയുണ്ട്, അതിലേക്ക് ചിന്തിക്കണം. ക്രിസ്തു മഗ്ദലനാമറിയത്തെ കണ്ടത് പാപിനി ആയിരിക്കുന്ന സ്ത്രീയല്ല, ആയി തീരേണ്ട ഒരു അപ്പസ്തോല അവളിലുണ്ട്. പത്രോസിനെ കണ്ടത് തള്ളിപ്പറഞ്ഞ പീറ്ററിനെയല്ല, സഭയുടെ പോപ്പാകുന്ന ഒരു പത്രോസിന് സാധ്യതയുണ്ട്. സാവൂളിൽ കണ്ടത് കൊലയാളിയായ പട്ടാളക്കാരനെയല്ല, സഭയുടെ സ്ഥാപനത്തിൽ ശക്തി പങ്കുവയ്ക്കുന്ന ഒരു പൗലോസിനെ ക്രിസ്തു കണ്ടു. ഇതാണ് പോസിറ്റീവ് ചിന്തകൾ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നാ കഴിവുകളുണ്ടെങ്കിലും ഇതൊക്കെ ആക്കാൻ പറ്റും എന്നൊരു ചിന്തകൾ.
ശരിക്കും പറഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. ചിന്തകളിൽ മാറ്റം വന്നാൽ നമുക്ക് എത്ര വേണമെങ്കിലും മാറാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കൊന്ന് അച്ഛൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ന്യൂ ഇയറൊക്കെ അല്ലേ, എൻ്റെ വീടും പെരയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടേക്കാം. അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെയാണല്ലോ. ഈ വൃത്തിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ എങ്ങനെയുണ്ടാവും? അതെ, നമുക്ക് ഒരു ചിട്ട വൃത്തി ആവശ്യമാണ്. ചിലപ്പം മുറിയൊക്കെ വലിച്ചു വാരിയിടും. അടുക്കള ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ഒരവസ്ഥ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കും. പിള്ളേരുടെ മേശപ്പുറം, അലക്കാത്ത തുണി, തേക്കാത്ത പാത്രം, അടിച്ചു വരാത്ത മുറി, ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഹോം എന്ന സിനിമയിൽ ഇന്ദ്രൻസ് മകനോട് വരുന്നു, മോനെ നിൻ്റെ മുറിയുടെ അകം നിൻ്റെ മനസ്സാണ്. നമ്മൾക്ക് ചിട്ട വേണം. നല്ല ചിട്ടയുണ്ടോ കുറച്ച് വായിക്കാൻ പറ്റും. നല്ല ചിട്ടയുണ്ടോ അതാ ദിവസത്തെ ഉത്തരവാദിത്തം മുഴുവൻ തീർക്കാൻ പറ്റും. അല്ലെ കൂമ്പാരം കൂട്ടിയിടും, അവസാനം വെപ്രാളവും ആവലാതിയും പിടിക്കുന്ന രീതിയിലേക്ക് വരും. നമുക്ക് അത് വരാതിരിക്കാൻ വേണ്ടി പുതിയ വർഷം തീരുമാനം എടുക്കാം, വൃത്തിയുള്ള ചിട്ടയുള്ള ഒരു കുടുംബം ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നു ആസ്വദിക്കേണ്ടതും മറക്കേണ്ടതും ഒക്കെ ആയ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ജീവിതത്തിൽ തീരില്ല. പക്ഷെ കുറച്ച് ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്ന് പ്രാക്ടിക്കലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും 2025 കുറേ നല്ല ഗൈഡൻസ് ഒക്കെ കിട്ടി. അപ്പം വീടൊക്കെ ചെന്നിട്ട് എല്ലാവരും അടുക്കി പെറുക്കി വെക്കുക, നല്ല പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാക്കുക. ഈ വർഷം എന്തായാലും 4 ടൂറെങ്കിലും എല്ലാവരും കൂടെ പോകണം. ഇങ്ങനത്തെ ചലഞ്ചുകളൊക്കെ നമുക്ക് ഏറ്റെടുത്ത് ഉള്ള പരാതികളൊക്കെ അങ്ങ് വിടാം അല്ലേ, എല്ലാം മറന്ന് ഒന്നേന്ന് തുടങ്ങാം. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി പുതുവത്സരത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു അച്ഛാ, താങ്ക് യു വെരി മച്ച്.